ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈനായിട്ട് കുറഞ്ഞ റേറ്റിൽ വാങ്ങിച്ചിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൽ ഓരോന്നിൻ്റെ റേറ്റും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തേത് നല്ല ക്യൂട്ടായിട്ടുള്ള ഓയിൽ ഡിസ്പെൻസേഴ്സ് ആണ് കേട്ടോ. ഇത് രണ്ടെണ്ണം വരുന്നൊരു സെറ്റാണ്. രണ്ടും 1/2 ലിറ്ററാണ് കേട്ടോ കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ഓരോന്നും 1/2 ലിറ്റർ വീതമാണ് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സെറാമിക്കാണ് മെറ്റീരിയൽ. ഇതിന് ആദ്യം 500 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണത്തിൻ്റെ റേറ്റ്. ഇതിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് വാങ്ങാതെ നിന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ട് 386 രൂപക്കാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഭംഗി മാത്രമല്ല പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സെറാമിക്കിൻ്റെ ചെറിയ ചെറിയ ബോട്ടിൽസിന് വരെ നല്ല റേറ്റ് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ടെണ്ണം 386 രൂപക്ക് നല്ല വേർത്താണ്. പിന്നെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ലിങ്കിൽ കയറിയിട്ട് അപ്പോഴത്തെ റേറ്റ് എത്രയാണോ എന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള റേറ്റിനേക്കാളും ചിലപ്പോൾ കുറയാനോ കൂടാനോ ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതാ അടുത്തത് ഈ ഒരു കോംബോ സെറ്റാണ് കേട്ടോ. ഈ 4 ഐറ്റംസ് വരുന്ന ഒരു സെറ്റാണ്. നമുക്ക് കിച്ചണിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 4 കിച്ചൺ ടൂൾസ് അടങ്ങിയിട്ടുള്ളൊരു കോംബോ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യത്തേത് ഒരു മാഷറാണ്. നമുക്ക് ഉരുളക്കിഴങ്ങോ കപ്പയൊക്കെ പുഴുങ്ങിയത് ഉടച്ചെടുക്കാൻ അല്ലെങ്കിൽ പരിപ്പ് ഐറ്റംസൊക്കെ നല്ലപോലെ ഉടച്ചെടുക്കാവുന്ന ഒരു മാഷറാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു മാഷറിന്. ഞാൻ മുമ്പ് മാഷർ വാങ്ങിച്ചിട്ടുള്ളത് 170 രൂപക്കാണ് കേട്ടോ. അത് വേറെ ടൈപ്പായിരുന്നു, പക്ഷേ ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു എഗ് ബീറ്ററാണ് കേട്ടോ. പിന്നെ അടുത്തതൊരു ലെമൺ സ്ക്യൂസറാണ്, നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നത്. ഇതും അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ ഒരു ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റർ. ഈ ഗ്രേറ്റർ കുറച്ച് തിന്നാണ് കേട്ടോ, നല്ല കട്ടിയൊന്നുമില്ല. നമുക്ക് കണ്ടോ ഇതുപോലെ ഇങ്ങനെ നിൽക്കാൻ പറ്റും. എന്നാൽ പെട്ടെന്ന് വളയുന്ന ടൈപ്പൊന്നല്ല. നമുക്ക് ചീസ് ബട്ടർ അതൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാനൊക്കെ അടിപൊളിയായിരിക്കും. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള 3 ഐറ്റംസ് ആണെങ്കിലും 209 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. 209 രൂപക്ക് അടിപൊളിയാണ്. മാഷറിന് മാത്രം നമ്മൾ പുറത്ത് 170 റുപ്പീസ് കൊടുക്കണം. അപ്പോൾ ഈ 4 എണ്ണം 209 രൂപക്ക് അടിപൊളിയാണ് കേട്ടോ. 100% വെർത്താണ്. പിന്നെ ഇതാ അടുത്തത് 1 ലിറ്റർ കപ്പാസിറ്റി വരുന്ന 3 വാട്ടർ ബോട്ടിൽ വരുന്നൊരു സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വാട്ടർ ബോട്ടിൽ കാണാൻ. ഭംഗി മാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നെങ്ങി പോകുന്നൊന്നുമില്ല കേട്ടോ. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. 1 ലിറ്ററാണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ഈ 3 എണ്ണം വരുന്ന സെറ്റിൻ്റെ റേറ്റ് 181 രൂപയാണ് കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിലിന് 60 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 60 രൂപയ്ക്ക് ഇതുപോലുള്ളൊരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ നല്ല വേർത്താണ്. അടുത്തത് നമുക്ക് കിച്ചണിൽ ബേക്കറി ഐറ്റംസോ പഞ്ചസാരയോ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇത് 10 എണ്ണം വരുന്ന ഒരു സെറ്റാണ്. 2000 ml ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി. 2 ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത്. ലിറ്റർ ആകുമ്പോൾ നമുക്ക് കുറേ ഉണ്ടെന്ന് തോന്നും, പക്ഷേ 1 കിലോ ഒക്കെ ആ ഒരു സൈസാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. 1 കിലോ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നത്. നല്ല എയർ ടൈറ്റ് ആണ്. നമുക്കിതിൽ ബേക്കറി ഐറ്റംസോ ഇതുപോലെ കടല പയർ പോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. 10 എണ്ണം വരുന്ന ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് 352 രൂപയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഷെൽഫിലൊക്കെ ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഓർഗനൈസറാണ് കേട്ടോ കാണിക്കണത്. നമ്മളിങ്ങനെ ഷെൽഫിലൊക്കെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണല്ലോ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുക. നമ്മൾ ഇടയിൽ നിന്ന് ഒന്നങ്ങോട്ട് എടുക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് മറിഞ്ഞു വീഴുമല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓർഗനൈസറാണ്. ചെറിയ ചെറിയ അറകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനുള്ളിലേക്ക് നമുക്കിങ്ങനെ ഡ്രസ്സ് ഇറക്കി വെച്ചിട്ട് ഷെൽഫിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. നമ്മൾ മുമ്പൊരു സോക്സ് ഓർഗനൈസർ കാണിച്ചല്ലോ, അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഇത്. ഫോട്ടോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ അതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. ഇതൊരു കവർ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ഡ്രസ്സ് ഇടാനൊന്നും അത്ര വലിയൊരു കംഫർട്ടൊന്നുമില്ല. ഇതിങ്ങനെ ആ സോക്സിൻ്റെ ഓർഗനൈസർ പോലെയാണെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്കിങ്ങനെ അതിനിടയിലേക്ക് വെക്കാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് 183 രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ്. അത് എനിക്കത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ ഇത് അടുത്തതൊരു ടിഷ്യൂ ഹോൾഡറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടിഷ്യൂ ഹോൾഡറാണ്. കാണാൻ നല്ല ലുക്കുണ്ട്. ലുക്ക് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 127 രൂപയാണ് കേട്ടോ. 127 രൂപക്ക് എന്തുകൊണ്ടും വെർത്താണ്.
പിന്നെ ഇതാ ഇതിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ടിഷ്യൂ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ കിച്ചണിലാണെങ്കിലും വീട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ടിഷ്യൂ പേപ്പർ. ഞാൻ ഒരുപാട് ടിപ്സ് വീഡിയോസ് മുമ്പ് ചെയ്തപ്പോൾ അതിൽ കുറേ എണ്ണം ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കാണിച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിലൊക്കെ നമുക്ക് കൈ പോലും തൊടാതെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ നമ്മുടെ കിച്ചണിലൊക്കെ എന്തെങ്കിലും എണ്ണയൊക്കെ മറിഞ്ഞു പോയാൽ അതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും പൗഡർ ഇട്ടിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുത്താൽ തുണി കഴുകണ്ടേ, തുണിയിൽ എണ്ണ ആവുന്ന ആ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിലേക്ക് വാങ്ങുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ടിഷ്യൂ പേപ്പർ. അപ്പോൾ അത് ശരിക്കും ഈ ഒരു ടിഷ്യൂ ഹോൾഡറിൻ്റെ ആ ഒരു സൈസിലുള്ള രണ്ടെണ്ണത്തിന് 200-230 രൂപയ്ക്കൊക്കെയാണ് ഞാനിതിന് മുമ്പ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് സൈസ് കുറവാണെങ്കിലും 20 പീസ് വലിയൊരു സെറ്റാണ് കേട്ടോ. ഈ വലിയ സെറ്റിന് 386 രൂപയാണ് റേറ്റ് വരുന്നത്. ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ലാഭത്തിൽ കിട്ടിയതായിരുന്നു കേട്ടോ ഈ ഒരു ടിഷ്യൂ പേപ്പർ. പിന്നെ ഇതാണെങ്കിലും നല്ല തിന്നായിട്ടുള്ള പേപ്പറല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ രണ്ടെണ്ണം ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് രണ്ടെണ്ണം ആക്കാൻ പറ്റും. തിന്നായിട്ടുള്ള 2 പേപ്പർ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു പേപ്പർ. മനസ്സിലായോ? കണ്ടോ, ഇതുപോലെ നമ്മൾ തിന്നായിട്ടുള്ളതും കുറച്ച് കട്ടിയുള്ളതും ടിഷ്യൂ പേപ്പർ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ 386 രൂപക്ക് നല്ല വേർത്തായിട്ട് തോന്നി. 20 ഇതുപോലുള്ള ചെറിയ റോൾസാണ് കേട്ടോ. അപ്പം എനിക്ക് ഈ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എനിക്ക് ഏറ്റവും മുതലായത്. കാരണം എപ്പോഴും നമ്മൾ വാങ്ങുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇനി ഞാൻ വ്ളോഗ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാറെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് എൻ്റെ ടിപ്സിൻ്റെ വീഡിയോ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരുപാട് ടിപ്സ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ല നല്ല വ്ളോഗ്സും റെസിപ്പീസും പ്രോഡക്റ്റ് റിവ്യൂസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.